എല്ലാവർക്കും നമസ്കാരം. പാതഞ്ജല യോഗസൂത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് ഒന്നാമത്തെ പാദത്തിലെ 27ാമത്തെ സൂത്രമായിരുന്നു തസ്യവാചക പ്രണവ. അപ്പൊ അത് ഈശ്വരന്റെ ഭാവത്തെ കുറിച്ചിട്ട്, ഈശ്വരന്റെ എങ്ങനെ അതിന്റെ പ്രകടിത ഭാവം എന്നുള്ള താല്പര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ അത് ഈശ്വരന്റെ നാമം പ്രണവമാകുന്നു അല്ലെങ്കിൽ ഓങ്കാരമാകുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അത് പിന്നെ അതിന്റെ വ്യാസഭാഷത്തില് പിതാവ് പുത്രനുമായുള്ള ബന്ധം, ഒരു പിതാവ് എങ്ങനെയാണോ പുത്രനുമായുള്ള ബന്ധം നിലനിൽക്കുന്നത്, അതുമായിട്ട് അത് ഒരു എക്സാമ്പിളോട് കൂടി അത് ആൾറെഡി ഉള്ളതാണ്, എല്ലായ്പ്പോഴും ഉള്ള ഒരു ബന്ധമാണ്. അത് ഒരു താൽക്കാലികമായി താൽക്കാലികമായി ഇട്ട ഒരു പേരല്ല. അതല്ല, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഉള്ള ഒരു നാമമായിട്ടാണ് നമ്മൾ ഓങ്കാരത്തെ മനസ്സിലാക്കിയത്. ഇനി അടുത്തത് ഒന്നാമത്തെ പാദത്തിൽ തന്നെ 28ാമത്തെ സൂത്രം ഒന്ന് വായിക്കാം. തത് ജപഹ തത് അർത്ഥഭാവന, തത് ജപഹ തത് അർത്ഥഭാവന. അപ്പൊ അത് തത് ജപ, അതായത് തത് ജപ എന്ന് പറഞ്ഞാൽ തസ്യ ജപ, അതിന്റെ ജപം. തത് അർത്ഥഭാവന, തസ്യ അർത്ഥഭാവന, അതിന്റെ തന്നെ അർത്ഥഭാവന. അർത്ഥഭാവന പറഞ്ഞാൽ ധ്യാനം. ജപം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിപ്പീറ്റേഷൻ, നിരന്തരമായ ആവർത്തനം. അതേത് കാര്യത്തിലായാലും നിരന്തരമായ ഒരു ആവർത്തനം വേണം. അതിനെ കുറിച്ചുള്ള അർത്ഥഭാവനകൾ വേണം. അതിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓങ്കാരമാണ്. ഓങ്കാരം മാത്രമല്ല, നമ്മളിപ്പോ മുൻ സൂത്രങ്ങളിൽ പറഞ്ഞ ഇതെപ്പോഴും നമ്മൾ പണ്ട് മുതലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സൂത്രങ്ങൾ പാരസ്പര്യം ഉണ്ട്, ഭയങ്കര പാരസ്പര്യം. ഇപ്പൊ 23 സൂത്രം മുതൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ തുടങ്ങണം. കാരണം ഈശ്വരൻ എന്നുള്ള താല്പര്യത്തില് ഈശ്വര പ്രണിധാനാത്വ, ആ സൂത്രം മുതൽ നമ്മളൊരു തീവ്ര സാധനയുടെ തലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഇതിനെ നോക്കി കാണാൻ ശ്രമിക്കണം. പിന്നെ അത് ഈശ്വരന്റെ ഭാവത്തിന്റെ താല്പര്യങ്ങളാണ്. ഇനി അതിന്റെ അർത്ഥത്തിന്റെയും ആ ശബ്ദത്തിന്റെയും എങ്ങനെ നമ്മൾ ഭാവനയിലേക്ക് കൊണ്ടുവരണം, അതിന്റെ അർത്ഥത്തെ എങ്ങനെ നമ്മൾ ഭാവനയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഭാവന എന്ന് പറയുമ്പോ പ്രത്യക്ഷ ജ്ഞാനവും സ്മൃതിയും കൂടി ചേർത്തുള്ളതാണ് ഭാവന. പ്രത്യക്ഷ ജ്ഞാനവും സ്മൃതിയും കൂടി ചേർത്ത്. ഇപ്പോ നമ്മൾ പറയാണ്, ഇപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയും, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയും, അതൊരു തോട്ടാണ്. അപ്പൊ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മളത് പ്രകടിതമാക്കാണ്. അല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ, നമ്മളത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരും, ആ ഫീല് വരും, ഒരു ഫീലിംഗ് ആണ്, അതൊരു വേർഡാണ്. ആ വേർഡിൽ നിന്നും അത് അവിടെ പ്രാവർത്തികമാകുമ്പോൾ അതൊരു ഫീലായി മാറണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അല്ലാതെ അതൊരു തോട്ടാണ്. ആ തോട്ടിന് എന്തുണ്ട്? ഒരു ഫീൽ ഉണ്ട്. ആ ഫീലാണ് ഇവിടെ ഭാവനയായിട്ട് നമ്മൾ മനസ്സിലാക്കി. അത് ഈ ജപസാധനയിലൊക്കെ നമ്മളിപ്പോ ഒരു ഫീൽ ആയിട്ടാണ് എടുക്കുക. ഇപ്പോ ജപ് എന്ന് പറഞ്ഞാല് ഒരു ഷോർട്ട് ഫോം ആയിരിക്കും. ജപം എന്ന് പറഞ്ഞ ഒരു വലിയ നീളമുള്ള ഒരു ഫോം ആയിരിക്കും. അപ്പൊ ഇവിടെ ഓം എന്നുള്ള ജപം, ഓം. അപ്പൊ ഓവിനെ എങ്ങനെ നമ്മൾ അർത്ഥ ഭാവന ചെയ്യും? അപ്പോ ഓങ്കാരത്തിന്റെ ജപവും അതിന്റെ ധ്യാനവും, അതാണ് ഇതിന്റെ താല്പര്യം. ഈ സൂത്രത്തിന്റെ താല്പര്യം ഓങ്കാരത്തിന്റെ ജപവും അതിന്റെ ധ്യാനവും. അത് നമുക്ക് നമ്മുടെ രീതിയിലൊക്കെ കൊണ്ടുപോട്ടോ. നമുക്കിപ്പോ നമുക്ക് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ വാക്കുകളും ഓങ്കാരമായി മാറ്റാം. ഒന്ന് നോക്കൂ. ഇപ്പൊ അമ്മ എന്നുള്ള പദം
ഒരു കുഞ്ഞ് ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് അമ്മ. അതിൽ തന്നെ ഒരു ഓങ്കാരത്തിന്റെ, അകാരത്തിന്റെയും മകാരത്തിന്റെയും താല്പര്യം. പിന്നെ അത് ഗായത്രിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മള് എന്ത് ശ്ലോകം ചൊല്ലുമ്പോൾ വരുന്നുണ്ട്. പിന്നെ അത് പലപ്പോഴും നമ്മൾ ഈ അമ്മ എന്നുള്ള താല്പര്യം ഈ ഓങ്കാരത്തിന്റെ താല്പര്യവുമായിട്ട് കണക്ട്. അപ്പൊ ഈ അമ്മ എന്നുള്ള പദം പോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വീടിനെയും നമുക്ക്, നമ്മൾ എങ്ങനെയാണോ അമ്മയെ കാണുന്നത് അതേപോലെ തന്നെ എല്ലാ ഒരു വളരെ ഫീലോട് കൂടി ഈ പ്രപഞ്ചത്തെ നോക്കി കാണണം. അപ്പൊ നമുക്ക് ഈ ഓങ്കാരത്തിലേക്ക് വരാം. അപ്പോ ഇവിടെ അകാരം, ഉകാരം, മകാരം അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ ഈ അകാരം, ഉകാരം, മകാരം സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളിലാണ് നിലനിൽക്കുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണം. അപ്പോ ഇത് ചെല്ലുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഓം കാണുന്നുണ്ടോന്ന് അറിയാം, കാണുന്നുണ്ടോ? ഓം ചൊല്ലിക്കഴിഞ്ഞപ്പോ ഓം, ഈ അകാര ഉകാര മകാരം, ഈ അകാര ഉകാര മകാരം അത് അകാരം നിലനിൽക്കുന്നത് യോഗസൂത്രത്തില് ഈ സവിതർക്ക നിർവിതർക്ക താല്പര്യമായിട്ടാണ് അകാരം നിലനിൽക്കുക. അപ്പോ അതിന്റെ സ്ഥൂല താല്പര്യം എന്ന് പറഞ്ഞാല്, സ്ഥൂല താല്പര്യം വൃഷ്ടി തത്വമായിട്ട്, ഇപ്പൊ നമ്മളെ സ്ഥൂല തത്വമായിട്ട്, നമ്മുടെ ഇൻഡിവിജ്വൽ തത്വമായിട്ടാണ് നിലനിൽക്കുന്നത് അകാരത്തിന്റെ താല്പര്യം. പിന്നെ ഉകാരത്തിന് താല്പര്യം സൂക്ഷ്മ തത്വമായിട്ടാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷ്മ തത്വമാകുമ്പോ സ്വാഭാവികമായിട്ടും അത് അഹങ്കാരത്തിന്റെ താല്പര്യം, അഹങ്കാരത്തിന്റെ താല്പര്യമായിട്ട് ഉകാരം നിലനിൽക്കും. അപ്പൊ അത് സവിതർക്ക നിർവിതർക്കം അകാരത്തിലാവുമ്പോ ഉകാരത്തിൽ വരിക അത് സവിചാര നിർവിചാരങ്ങളിലേക്ക് മാറും. ഈ സവിചാര നിർവിചാരങ്ങളിൽ നിന്നും ഈ മകാരത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു സമഷ്ടി തത്വമാണ്, ഈശ്വര തത്വമായിട്ട് മാറുകയാണ്. അതായത് സ്ഥൂലം സൂക്ഷ്മം കാരണം, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഈ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ നാലാമത്തെ സ്റ്റേറ്റ്, ഒരു നാലാമത്തെ സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞത് സംപ്രജ്ഞാ സമാധികളാണ്. ഈ അകാരം ഉകാരം നമ്മൾ ചാൻഡ് ചെയ്ത് നോക്കുമ്പോൾ അകാരം ഉകാരം അകാരങ്ങൾ നിലനിൽക്കുന്നത് സംപ്രജ്ഞാ സമാധിയിലാണ്, യോഗസൂത്രത്തില്. പിന്നെ നിൽക്കുന്നത് ശൂന്യാവസ്ഥയിൽ, തുരിയാവസ്ഥ, ശൂന്യാവസ്ഥ. ഈ ശൂന്യാവസ്ഥയിൽ എന്ത് സംഭവിക്കുകയാണ്? അത് ശൂന്യാവസ്ഥയിൽ നമ്മളിങ്ങനെ ചെല്ലി ചെല്ലി പോകുമ്പോൾ അതിന്റെ അർത്ഥഭാവന ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. അതോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഓങ്കാരം ചെല്ലുമ്പോൾ കഴിഞ്ഞാൽ, ഈ ഓങ്കാരം ചൊല്ലിക്കഴിഞ്ഞാല് അതിനെ നമ്മളിപ്പോ അതിനൊരു എതിർപ്പോ ഒരു സ്വീകാര്യത കൊടുക്കാതെ അതിന് ബോധവാനായിരിക്കുക എന്നുള്ള ഓങ്കാരം. കാരണം ഒരു യൂണിവേഴ്സൽ വൈബ്രേഷൻ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയാ, മിസ്റ്റിക്കൽ സിലബിൾ ആണ് ഈ ഓങ്കാരം. ഒരു നിഗൂഢമായ രഹസ്യം അതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സർവ പ്രപഞ്ചത്തിന്റെയും ഒരു താല്പര്യമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോ ഈ ശബ്ദം നിശ്ചലമാകും. ശബ്ദം നിശ്ചലമാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശൂന്യതയിലേക്ക് എത്തുമ്പോഴാണ് ഇതിന് പ്രവർത്തനം നടക്കുന്നത്. അതാ നമ്മളിത് ജപസാധന എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അകാര ഉകാര മകാരങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ശൂന്യതാവസ്ഥ, ഇടവേള ഉണ്ട്. അതിന് സന്ധ്യ എന്നൊക്കെ പറയും, സന്ധ്യ എന്ന് പറയും. അത് സന്ധ്യ എന്ന് പലയിടത്തും വരുന്നുണ്ട്. പ്രാണ അപാനങ്ങൾക്ക് ഒരു സന്ധ്യ ഉണ്ട്. സന്ധ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ അത് ജംഗ്ഷൻ, എന്താണ് ജംഗ്ഷൻ, അതിൻ്റെ ഒരു എന്താ പറയാ ഇടവേള, ഇടവേള കൂട്ടിമുട്ടുന്ന പ്രദേശം. ഈ പ്രാണാപാനങ്ങളിലും അങ്ങനെ ഒരു ഇടവേള ഉണ്ട്. നമുക്ക് വൈകുന്നേരം നമ്മളോട് ജപം ചെയ്യാൻ പറയുമ്പോഴാ, നിങ്ങൾ രാവിലെയോ സന്ധ്യാസമയത്ത്, നമ്മൾ നാമം ജപിക്കുന്ന സന്ധ്യാസമയത്തല്ലേ, അതേപോലെ ഇതിനൊരു ഒരു മിഡിൽ ഉണ്ട്. ആ മിഡില് ആണ് ഈ ഇതില് അസംപ്രജ്ഞ സമാധിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കാരണം ശബ്ദം നിശ്ചലമാവുമ്പോൾ അവിടെ ബോധം പ്രവർത്തിക്കണം. ബോധം ആ ശബ്ദത്തെ നിലനിർത്തുകയാണ്, ആ ശബ്ദത്തിന്റെ താല്പര്യത്തെ നിലനിർത്തുക. ആ ശബ്ദം എന്താണോ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നിലനിർത്തുക. ആ ശബ്ദത്തിന്റെ താല്പര്യം നിങ്ങൾ നിർത്തുക. അപ്പൊ ഓരോ ആവർത്തനങ്ങളും നമ്മൾ മുൻ സൂത്രപ്രകാരം എന്താണോ ചിന്തിച്ച്, എന്താണോ മനസ്സിലാക്കിയത്,
അതിൻ്റെ ഒരു ഭാവനയിൽ വേണം ഇതിന്റെ നിഗൂഢമായ താല്പര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഇതിനെ കുറിച്ചിട്ട് പലപ്പോഴും പല താല്പര്യങ്ങളും വരും. അപ്പൊ ഇപ്പോ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഓങ്കാരം ഇവിടെ നടപ്പിലാകുമ്പോൾ ഇവിടെ വിരാമാവസ്ഥയിൽ, ഈ ശൂന്യതാവസ്ഥയിൽ വിരാമാവസ്ഥയ്ക്കാണ് പ്രാധാന്യം. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അത് നിശ്ചലമായി കഴിഞ്ഞാൽ അതിന്റെ ശൂന്യതയിൽ അതവിടെ പ്രവർത്തിക്കും. മകാരത്തിന് ശേഷം അവിടെ ശിവകരമായി തീരും. ശിവകരം, കുറച്ചുകൂടി നല്ല പദം, ശിവകരമായി തീരും. അതായത് ഈ പുരുഷ പ്രകൃതി വിവേക ഖ്യാതി വരുമ്പോൾ ഇവിടെ പുരുഷ പ്രകൃതി വിവേക ഖ്യാതി വരും. നമുക്ക് കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ യോഗസൂത്രം അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ സമ്പ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധിയിലേക്ക് വരുമ്പോൾ പുരുഷ പ്രകൃതി വിവേഖ്യാതി വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഈ അസംപ്രജ്ഞാത സമാധിയിലേക്ക് പോകുന്നത്. ആ ശിവകരമായി മാറുന്നത് ആ പുരുഷന്റെ താല്പര്യം നിലനിൽക്കുന്ന ഇവിടെ. പ്രകൃതിയുടെ താല്പര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് പുരുഷന്റെ താല്പര്യം മാത്രമായി നിൽക്കുന്നത് ഈ ഇടപാടുകളിലാണ്. അപ്പൊ അത് വളരെ പ്രാധാന്യം ഈ ജപ സാധനയോട് താല്പര്യമാണ്. അപ്പൊ 4 പാദങ്ങളാണ്. 4 പാദങ്ങൾ വരുന്നുണ്ട് ഈ ഓങ്കാരത്തിൽ. അകാരം, ഉകാരം, മകാരം, വിരാമാവസ്ഥ അല്ലെങ്കിൽ ശൂന്യതാവസ്ഥ. നല്ലത് ശൂന്യാവസ്ഥ എന്നാണ്. കാരണം ഈ നാമരൂപങ്ങൾ പ്രകടിതമാകാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പേരെടുക്കാൻ നല്ലത് ശൂന്യതാവസ്ഥ എന്നാണ്. അതിന് തുര്യ എന്ന് പറയാം. പിന്നെ അതില് ഈ പാണ്ഡൂക്യ ഉപനിഷത്തിലൊക്കെ വേറെ തരത്തിലൊക്കെ ഈ തൈജസൻ, വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ അങ്ങനെയൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ മകാരമാണ് കുറച്ചും കൂടി താല്പര്യം. കാരണം മകാരം വരുന്നത് ഈ മഹത്വത്വത്തിന്റെ താല്പര്യമാണ്, സത്വഗുണത്തിന്റെ താല്പര്യം, മഹത്വത്വത്തിന്റെ താല്പര്യം. മകാരം ഈശ്വരീയതയുടെ താല്പര്യമാണ്. ഇത് അവസാനത്തെ സ്റ്റേജ്. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ആനന്ദ അസ്മിത നിലനിൽക്കുന്ന താല്പര്യം. അപ്പൊ ഓങ്കാരം നിരന്തരം ജപിക്കുമ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ടത് ഈ ഓങ്കാരം എവിടെ ലയിച്ചടങ്ങണം എന്നല്ല, ആ ലയിച്ചടങ്ങുന്നതിലാണ് താല്പര്യം നിലനിൽക്കുന്നത്. അത് ആത്മാവിലാണ് ലയിച്ചടങ്ങുന്നത്. അപ്പൊ ആത്മാവിന്റെ താല്പര്യത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ അതിന്റെ താല്പര്യങ്ങൾ അതില് ഈ ഗുണങ്ങളെ തമസിനെയും രജസിനെയും ഇല്ലാതാക്കി അത് എന്താണ് സത്വ ഗുണത്തിലേക്ക്, നമ്മളൊരു പ്യൂരിഫൈഡ് മൈൻഡിലേക്ക്, ഒരു പ്യൂരിഫൈഡ് തലത്തിലേക്ക് നമ്മൾ. അപ്പൊ മാത്രമാണ് ഈ പുരുഷ പ്രകൃതി വിവേക ഖ്യാതി സംഭവിച്ചുകൊണ്ട് അത് ഈ ജപസാധന, ഈ ഓങ്കാര സാധന നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മളെ ഫുൾ ഡിസയർ, നമ്മളെ എല്ലാ ആഗ്രഹങ്ങളെയും, അനാവശ്യമായ എല്ലാ ആഗ്രഹങ്ങളെയും എന്താണോ അവിടെ ഫുൾഫിൽമെന്റ് ചെയ്യേണ്ടത്, എന്താണോ അവിടെ പൂർത്തീകരിക്കേണ്ടത്, അതിലേക്ക് നമ്മൾ അതിന്റെ സത്വത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതാണ് ഓങ്കാര ജപം. ഈ ഓങ്കാരം മാത്രം ജപിക്കുക എന്നതാണ്. അതൊരു 1 hour ഡെയിലി ജപിക്കുക. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇത് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കൺവേ ചെയ്യുന്നത് ഈ തരത്തിലാണെന്നുള്ളതാണ്. അപ്പൊ ഈ വ്യാസഭാഷത്തിലേക്ക് ഒന്ന് പോകാം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത് 3 തരത്തിലാണ് നമ്മൾ ജപിക്കേണ്ടത്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഒന്ന് വൈഖരിയില് ലൗഡിലി, നമ്മളെ ശരീരത്തിന്റെ താല്പര്യമായിട്ട്, ശാരീരിക താല്പര്യമായിട്ട്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അത് പറയാ ഉപാംശു എന്ന് പറയും. ഉപാംശു കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഉപാംശു നമ്മൾ ചുണ്ട് ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് ചെല്ലും. അധികം ആളുകളും ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, ഉപാംശു തരത്തിലാണ്. ഉപാംശു തരത്തിലാണ്. അങ്ങനെ ഉപാംശു അത് ആദ്യം നന്നായിട്ട് ലൗഡിൽ ചെല്ലണം കേട്ടോ. ആദ്യം ഈ അകാരം, ഉകാരം, മകാരം കൃത്യമായിട്ട് നമ്മൾ അബ്ഡുമൽ, ചെസ്റ്റ് റീജിയൻ, ഹെഡ് റീജിയൻ ഇതിനെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന. ഇപ്പൊ അങ്ങനെ അകാരം ചെല്ലുമ്പോ നന്നായിട്ട് ഈ അബ്ഡുമൽ റീജിയനിലേക്ക് നന്നായിട്ട് ബ്രീത്ത് എടുത്തിട്ട്
പിന്നെ അതേപോലെ തന്നെ ഉകാരം ചെസ്റ്റ് റീജിയനിൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഹെഡ് റീജിയൻ ഫോക്കസ് ചെയ്യാം. ഇങ്ങനെ ചൊല്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ആദ്യം. കാരണം ഈ സൗണ്ട് മൊത്തം ശരീരത്തിനെ സ്വാധീനം ചെലുത്തണം. എന്നിട്ട് വേണം നമ്മൾ പിന്നെ എന്നുള്ള താല്പര്യത്തേക്ക് വരേണ്ടത്. അത് മൊത്തം അതിങ്ങനെ ഒന്ന് ചൊല്ലി നമ്മുടെ ശരീരത്തെ റെഡിയാക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം ചെല്ലേണ്ടത് വൈഖരിയിലാണ്, പിന്നെ ഉപാംശു, പിന്നെ അതിങ്ങനെ കുറെ കഴിഞ്ഞാല് പിന്നെ അത് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോ, ഇപ്പോ ഹിമാലയത്തിലാവുമ്പോ ഗംഗയുടെ തീരത്തൊക്കെ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിരിക്കും. ഗംഗ ശരിക്കും ആ ഓങ്കാരത്തിൽ എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. പ്യുവർ വാട്ടർ ആണ്. നമുക്ക് വേണം ഗംഗയുടെ 100 സംഗതി കിട്ടിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടി ഉയരത്തിൽ ഇപ്പൊ ഉത്തരകാശി റീജിയൻ അതിന് പറ്റിയ റീജിയൻ ആണ്. കുറച്ചും കൂടി ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും പാറയുടെ മുകളിൽ കയറി ഏതെങ്കിലും ഗംഗയുടെ തീരത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ശരിക്കും അതിങ്ങനെ വർക്ക് ചെയ്യും ഓങ്കാരം. പിന്നെ കുറെ കഴിഞ്ഞാൽ ഉപാംശം എന്തായിരുന്നു മാനസികമായി മാറും. മാനസികം എന്ന് പറഞ്ഞാൽ മാനസികത്തിന്റെ പ്രധാന പ്രവർത്തനം നേരത്തെ പറഞ്ഞ നമ്മള് പ്രാണോപാസനയും നമ്മളെ പ്രാണെല്ലാം ലയിച്ചടക്കും. പിന്നെ നമ്മൾ ശ്വാസം വിടുമ്പോഴും എടുക്കുമ്പോഴൊക്കെ അത് ആ ഓങ്കാരത്തിന് താല്പര്യം. പിന്നെ നമ്മള് ധ്യാതാവ് ധ്യേയം ആയി മാറും. ധ്യേയമായി മാറും. പിന്നെ ഗംഗയിലെ ആ ഗംഗയുടെ ഒഴുക്ക് ആ സൗണ്ട് മൊത്തം നമ്മളിൽ ഇങ്ങനെ നിലനിൽക്കാൻ തുടങ്ങും. പിന്നെ ഗംഗ നമ്മളിൽ ഒഴുകാൻ തുടങ്ങും. ഓങ്കാരം നമ്മൾ ഒഴുകാൻ തുടങ്ങും. ആ ഓങ്കാരം ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ജാഗ്രതയില്, സ്വപ്നത്തില്, സുഷുപ്തിയില് ഓങ്കാരം നമ്മളിൽ ഉണ്ടാവും. ആ ഓങ്കാരം നമ്മൾ ഉണ്ടാവുമ്പോൾ പിന്നെ അത് തുര്യത്തിലേക്ക് നമ്മൾ നയിക്കും. 4ാമത്തെ പാദത്തിലേക്ക് നമ്മൾ നയിക്കും. അപ്പോ ഇങ്ങനെയാണ് ഈ മന്ത്ര ചൈതന്യത്തെ ഉണർത്തുക. മന്ത്ര ചൈതന്യം. അപ്പൊ ആദ്യം നമ്മൾ ഒരു കരണ്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അപ്പൊ കരണ്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അപ്പൊ നമ്മളിപ്പോ പോയിട്ടൊരു ഒരു ബട്ടൺ ഇട്ടിട്ട് മോട്ടോർ പ്രവർത്തിച്ചു കഴിഞ്ഞാലേ പമ്പ് സെറ്റ് പ്രവർത്തിക്കുമ്പോൾ അല്ല ഇട്ടത്. ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഓങ്കാരം കുറച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. അതെന്ത് ചെയ്യണം? അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു മാമ്പഴത്തിന്റെ വിത്ത് കൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അതിന് നമ്മള് വിളവിട്ട് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഓരോ സമയത്തിന് പരിപാലിക്കണം, അതിന് തടം വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഈ ഓങ്കാരത്തെ നമ്മൾ പരിപാലിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ തരത്തിൽ അത് വളർന്നു വരും. അതൊരു സ്വിച്ചിട്ടാൽ കത്തുന്നില്ല. ഡെയിലി നമ്മൾ ഈ ഓങ്കാരം ചെല്ലുമ്പോൾ, അത് മാനസികമായി മാറുമ്പോൾ, അത് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിലൊക്കെ നമ്മൾ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ ആ ശബ്ദമായി മാറും. പിന്നെ ഏത് ശരീരം ആ ഓങ്കാരത്തിന്റെ താല്പര്യം ഇങ്ങനെ പ്രകടിപ്പിക്കും. ശരീരത്തിന്റെ താല്പര്യം പിന്നെ ഓങ്കാരമായി മാറും. അപ്പോ ആ ഓങ്കാരത്തിന്റെ സമഗ്രതയാണ് ഏത് ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ എത്തിക്കേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി. ഒരു കറണ്ടിന്റെ സപ്ലൈ എന്താ പറയുമ്പോൾ കറണ്ടിന്റെ സപ്ലൈ ഏത് തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതുപോലെ അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അത് പ്രവർത്തിച്ച് പിന്നെ അത് എത്തിക്കും. അപ്പോ ഇനി വ്യാസ ഭാഷത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. പ്രണവസ്യ ജപഃ പ്രണവ അഭിധേയസ്യ ച ഈശ്വരസ്യ ഭാവനം. അപ്പോ ഈ ഓങ്കാരത്തിന്റെ വിധേയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥ താല്പര്യം ഈശ്വരന്റെ ധ്യാനമാകുന്നു. പ്രണവസ്യ ജപഃ പ്രണവ അഭിധേയസ്യ ച ഈശ്വരസ്യ ഭാവനം. ഈശ്വരന്റെ താല്പര്യമാണ്.
അപ്പൊ ഓങ്കാരം ജപിക്കുകയും ഈശ്വരനെ ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു യോഗിയുടെ താല്പര്യം. ഒരു യോഗിയുടെ താല്പര്യം ഇത് തീവ്ര സാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ കുറച്ചൊരു തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം നമുക്ക് ആരോഗ്യം സമ്മതിക്കൂല, മനസ്സ് സമ്മതിക്കൂല, നമുക്ക് ഇരിക്കാൻ സമ്മതിക്കൂല, ഇരിപ്പുറക്കൂല, ഇങ്ങനൊക്കെ ഉണ്ടാവും. അപ്പോ ആദ്യം കുറച്ചൊക്കെ സ്വസ്തികാസനം, വജ്രാസനം, പത്മാസനം, അർദ്ധപത്മാസനം ഇതൊക്കെ ഉപയോഗിക്കട്ടോ. അർദ്ധപത്മാസനം, വജ്രാസനം, സിംഹാസനം, സിംഹാസനം അല്ലെങ്കിൽ വീരാസനം, നമ്മളിങ്ങനെ കാലിങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തി വെക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇരുന്നിട്ട് സ്വസ്തികാസനം, സ്വസ്തികാസനം കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നല്ലൊരു കാറ്റും വെളിച്ചവും കിട്ടുന്ന കുറച്ചുകൂടി നല്ല ശാന്തമായ ഇടയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഡെയിലി കുറച്ചുകൂടി ജപിക്കാം. പ്രണവാർത്ഥ ഭാവയത പ്രണവാർത്ഥ ഭാവയത ചിത്തം ഏകാഗ്രം സമ്പത്യതേ പ്രണവാർത്ഥ ഭാവയത ചിത്തം ഏകാഗ്രം സമ്പത്യതേ. ഇവിടെ എന്താണ്? അതിന്റെ ഭാവനയുണ്ടാകും, അതിന്റെ ഫീൽ ഉണ്ടാകും. അതിന്റെ ഫീൽ എല്ലായിടത്തും നിലനിൽക്കുമ്പോൾ, ഈ പ്രപഞ്ചം മൊത്തം അതിന്റെ ഫീലിലാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഈ പ്രപഞ്ചം മൊത്തം അതിന്റെ താല്പര്യമാണെന്ന് തിരിച്ചറിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ മനസ്സ് അതിലേക്ക് ഏകാഗ്രമാണ്. എല്ലാറ്റിലും, കാറ്റിലും, അഗ്നിയിലും, ഇപ്പൊ ഗംഗയിലും, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലും ആ ഓങ്കാരത്തിന് താല്പര്യം. നമ്മൾ അമ്മ എന്ന് പറഞ്ഞ താല്പര്യം പോലെ തന്നെ ആ താല്പര്യം അവിടെ നിലനിൽക്കും. അപ്പൊ അത് നമ്മളെങ്ങനെ ഏകാഗ്ര ചിത്തനാക്കി മാറ്റും. നമ്മൾ അതിലേക്ക് സമർപ്പിതമാവും. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്കിതിനെ അപ്പൊ അത് എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതാണ്. ഇതൊരു സജീവമായിട്ടുള്ളതെന്നല്ല, നമുക്കതിനെന്ത് ചെയ്യാണ്? സാധ്യത ഉള്ളതാണ്. ഒരു വലിയ സാധ്യതയാണ്, വലിയ സാധ്യത. ഇപ്പൊ E=mc² എങ്ങനെ സാധ്യമാകുന്നുവോ അതുപോലെ സാധ്യത ഉള്ളതാണ്. ഒരു ആറ്റം ബോംബിന്റെ പ്രവർത്തനം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ പവർ ഇത്ര എക്സ്പ്ലോഷൻ, ഇത്ര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ അത് സജീവതയുള്ളതൊന്നുമല്ല, അതിങ്ങനെ വളരെ ചെറിയ താല്പര്യം, പക്ഷെ അത് സജീവമാക്കാൻ പറ്റും. അപ്പോ നമ്മളെ ശ്വാസത്തില്, നമ്മളുടെ ജീവനില് ഒക്കെ ഇതിന്റെ താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീലോട് കൂടി അതിനെ കുറിച്ച് ബോധവാനായിരിക്കുക എന്നുള്ള, നമ്മൾ ജപിക്കുമ്പോൾ ബോധവാനായിരിക്കുക എന്നുള്ളത്. പിന്നെ വ്യാസഭാഷത്തിൽ പറയുന്നത് ഒരു വിഷ്ണു പുരാണത്തിലെ ഒരു കോട്ടിങ്സ് ഇവിടെ കൊടുക്കുകയാണ്. അതിങ്ങനെ വരുന്നത് തഥാച ഉക്തം സ്വാധ്യായാത് യോഗ ആസീതം യോഗ സ്വാധായ ആസതേ സ്വാധായ യോഗ സമ്പത്വ പരമാത്മാ പ്രകാശതി. അങ്ങനെ ഒരു താല്പര്യം ഇവിടെ വിഷ്ണു പുരാണത്തിന്റെ ഒരു കോട്ടിങ്സ് അങ്ങനെയാണ് ഇവിടെ ഭാഷ്യത്തിൽ കാണാനുള്ളത്. അതിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ സ്വാധ്യായ യോഗ ആസീതം, സ്വാധ്യായം എന്ന് പറഞ്ഞ അത് ഇവിടെ നമ്മളെ ഗുരു നിശ്ചയതന്വിധി പറയുന്നുണ്ട്. സ്വാധ്യായം എന്ന് പറഞ്ഞാല് ശ്രവണ മനന നിധിധ്യാസനം കേട്ടോ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും മനസ്സിലാക്കുക. സ്വാധ്യായം എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരേണ്ടത് ശ്രവണ മനന നിധിധ്യാസന. ഇപ്പൊ സ്വാധ്യായം കൊണ്ട് യോഗത്തെയും, സ്വാധ്യായ യോഗ ആസീതം നമ്മൾ ഉപാസിക്കുക, നേടിയെടുക്കുക, അല്ലെങ്കിൽ ഉപാസന കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വാധ്യായം കൊണ്ട് യോഗത്തെയും യോഗം കൊണ്ട് സ്വാധ്യായത്തെയും വളർത്തേണ്ടതാണ് എന്നുള്ളതാണ്.
അങ്ങനെ ഈ സ്വാധ്യായം കൊണ്ട് എന്ത് ചെയ്യുന്നു? പരമാത്മാ പ്രകാശതി, പരമാത്മാവിനെ പ്രകാശിതമാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ഈ ഗുരുനിത്യേതന് 75-ാമത്തെ പേജില് അർത്ഥഭാവനയോടുകൂടി ജപിക്കണം എന്ന് പറയുന്നതിൽ 4 രഹസ്യങ്ങൾ അടങ്ങിയിരിക്കും. തപസ്, സ്വാധ്യായം, ഭാവന, അഭ്യാസം. അപ്പൊ തപസ്, തപം ചെയ്തെടുക്കുക. അപ്പൊ തപസ് നമ്മളിത് എന്തായാലും ഓങ്കാരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതില് എന്താ പറയാ, തപം എന്ന് പറഞ്ഞാൽ അഗ്നി, ചൂട് എന്നർത്ഥം. നമ്മളിപ്പോ എന്തെങ്കിലും ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഊർജത്തിന്റെ വ്യത്യാസങ്ങളാണ്, ശരീരത്തിന്റെ ഊർജ വ്യത്യാസങ്ങളാണ് തപം. അപ്പൊ അതില് എന്തുണ്ടായിരുന്നു? ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, സ്വർണം തീയിലിട്ട് ഉരുക്കുന്നത് പോലെ നമ്മുടെ വാക്കിനെയും മനസ്സിനെയും ശരീരത്തെയും ഇവിടെ ഈ ഓങ്കാരവുമായിട്ട് ഇണക്കി ചേർക്കണം തപസ്. നിരന്തരം അതായിരിക്കും, അതുമായിട്ട് ഒരു ഇണക്കം ഉണ്ടാക്കുക. നമ്മൾ സഹജമായി തീരുക ഓങ്കാരം. പിന്നെ അത് സ്വാധ്യായം ജനിക്കുമ്പോ, സ്വാധ്യായം എന്ന് പറഞ്ഞ ശ്രവണ മനന നിധിധ്യാസനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിത് കേൾക്കുന്നു, അതിപ്പോ എന്താ ജപിക്കുന്നു, പിന്നെ നമ്മൾ ആലോചിക്കുന്നു, പിന്നെ അതിൽ എന്തുണ്ട് മനനം ചെയ്യുന്നു, പിന്നെ അതിൽ സ്ഥിരമാക്കുന്നു ഓങ്കാരം. ഇവിടെ എന്താണ്? പൂർവ്വ ആസന കൊണ്ട് മനസ്സിലുണ്ടായിരിക്കുന്ന അലംഭാവം, നിരാശ, ഭയം, ആലസ്യം എന്നിവയെ എരിച്ചു കളയുന്ന തപസ്. തപസ് നമ്മളെ എന്താ പറയാ, നമ്മളിൽ ഉണ്ടാക്കുന്ന, നമുക്ക് സുഖം വരുമ്പോ, ദുഃഖം വരുമ്പോ, മാനം വരുമ്പോ, അപമാനം വരുമ്പോഴൊന്നും നമ്മൾ ഇടറാൻ പാടില്ല. വളരെ കരുതലായി എന്തിനേയും നേരിടാനുള്ള ഒരു താല്പര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ എന്ത് സാഹചര്യം വരികയാണെങ്കിലും നമ്മൾ ഈ ഓങ്കാരത്തിന് മാറിപ്പോവാൻ പാടില്ല. അപ്പൊ ഈ നാമം ആവർത്തിച്ച് പറയുമ്പോൾ മനസ്സിൽ വിരസത ഉണ്ടാകും. സ്വാഭാവികമാണ്. വിരസത കൊണ്ട് ശ്രദ്ധയില്ലാതായി തുടങ്ങും, കാര്യം പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സാധാരണ ജനങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കിത് ഇതെന്ത് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നേരത്തെ പറയും പോലെ നമ്മളത് ഒരു താല്പര്യത്തിലേക്ക്, നമ്മളെ ടോട്ടൽ ഒരു ചേഞ്ചിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ മാറ്റുന്നുണ്ടാവും. അപ്പോ എന്നാൽ അങ്ങനെ ഒരു പരാജയത്തിന് അടിമപ്പെടാതെ ശ്രദ്ധയെ പിന്നെയും പിന്നെയും പുതുക്കി മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടാകുന്ന തീവ്രമായ ഉത്സാഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ അതിങ്ങനെ നിരന്തരം നമ്മൾ അതായി മാറുമ്പോൾ പിന്നെ അതിൽ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെ. നമ്മൾ എന്ത് കാര്യം തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇങ്ങനെ വളരെ ബോറായിരിക്കും, പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുപോകും. അങ്ങനെ ഇച്ഛാശക്തി വളരും, പിന്നെ നാം അറിയാതെ ശ്രദ്ധ നൈരന്തര്യമായി തീരും. ഇപ്രകാരം ആദ്യം തപസ് കൊണ്ട് ദീർഘ നൈരന്ത്യമുള്ള ശ്രദ്ധയും വളർത്തുന്നത്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? അഭ്യാസത്തെ കുറിച്ചിട്ട്, ഭാവനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളെ പ്രത്യക്ഷ ജ്ഞാനവും സ്മൃതിയും കൂടി ചേരുന്ന ഭാവന, അതൊരു ഫീലിങ്സ് ആണ്. അപ്പൊ ആ ഫീലിങ്സ് നമ്മളുള്ളിൽ ഉണ്ടായി ഒരു എന്താ പറയാ, അതിലേക്ക് ഒഴുകാനുള്ള ഒരു താല്പര്യം. തപസ്, സ്വാധ്യായം, ഭാവന, അഭ്യാസം നമ്മൾ അഭ്യാസ വൈരാഗ്യം, സദീർഘകാല നൈരന്തര്യ, സത്കാര, ത്രിവിധ, ദൃഢവും അതിന്റെ താല്പര്യത്തെ കൊണ്ടുവരിക. അതാണ് ഈ സൂത്രങ്ങൾ പാരസ്പര്യം. നമ്മൾ ഏത് മുതലാണോ ഈ അഭ്യാസ വൈരാഗ്യങ്ങൾ ആരംഭിച്ചത്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തീവ്ര സാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതാണ്. ഇനി ഇവിടെ എന്താ സംഭവം? ഇവിടെ ഇപ്പോ വ്യാസഭാഷം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ മാണ്ഡൂക്യോപനിഷത്തില് അല്ല മാണ്ഡൂക്യോപനിഷത്തില് ഇവിടെ ഒരു അങ്ങനെ പറയുന്നുണ്ട്. ഓം ഇതേതാക്ഷരം ഇതം സർവം തസ്സോപവാക്യാനം ഭവിഷ്യത് ഇത് സർവം ഓങ്കാരമേവ. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഓങ്കാരമാണ് എല്ലാം നമ്മൾ പറഞ്ഞു. അത് ഭൂതഭാവി വർത്തമാനങ്ങളെ എന്തുവാകട്ടെ അതിനൊക്കെ വ്യാഖ്യാനിക്കാൻ, അതിനൊക്കെ കൈകാര്യം ചെയ്യാൻ ഒതുങ്ങുന്നതാണ്. സർവം ഏവമാണ്, സർവം ഓങ്കാരമാണ്. ഇത് നമ്മൾ അറിയുന്നത്, നമ്മളെ ഇന്ദ്രിയ ധാരണ, നമ്മളെ വാക്കുകള്, നമ്മളെ ചിന്തകള്,
നമ്മളെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഇതൊക്കെ അത് നിലനിൽക്കുന്നുണ്ടെന്ന് മാണ്ഡൂകോപനിഷത്ത് പറയുകയാണ്. അപ്പൊ അപ്പോ ഇവിടെ ആത്മസ്വരൂപവും ബ്രഹ്മസ്വരൂപവും രണ്ടല്ല ഒരു താല്പര്യത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ കേവലം ജീവൻ എന്നതിനേക്കാൾ ഉപരി കേവലം ജീവൻ എന്നതാണ് ഇവിടെ ആത്മസ്വരൂപമായിട്ട് മനസ്സിലാക്കേണ്ടത്. കേവലം ജീവൻ ഈശ്വരതയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈശ്വരന്റെ താല്പര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുള്ളതാണ്. അങ്ങനെ ഈശ്വരന്റെ താല്പര്യമായിരിക്കണം നമ്മളെ പ്രധാനപ്പെട്ട ഒരു പാത്വേ. ഉദാഹരണത്തിന് ഇപ്പൊ എന്താണ്, എല്ലാത്തിലും സർവ്വത്തിലേക്ക് വ്യാപിക്കാൻ കഴിയുന്ന താല്പര്യം ഈശ്വരന്റെ താല്പര്യത്താണ്. ഈശ്വരൻ എന്നുള്ളൊരു സമഗ്രതയാണ്. ജീവൻ എന്നുള്ളത് സമഗ്രതയല്ല, നമ്മളൊരു ഇൻഡിവിജ്വലി ഉള്ള താല്പര്യമാണ്. പക്ഷെ ഈശ്വരൻ എന്നുള്ളൊരു സമഗ്രത, ജീവശക്തി ഈശ്വരനിലേക്ക് പടർത്തുന്നത്. ആ ഈശ്വരന്റെ താല്പര്യമായിട്ട് വേണം ഈ ഓങ്കാരത്തെ നമ്മൾ മന്ത്ര ചൈതന്യമായിട്ട് ഉണർത്തേണ്ടത്. അപ്പോ ഈ ഓങ്കാരം ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രകൃതി, ഇപ്പോ പ്രപഞ്ചത്തിന്റെ ഒരു അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഈ പ്രകൃതി. ഈ അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിൽ ആദ്യത്തെ പ്രകടിത ഭാവം ഓങ്കാരം. അങ്ങനെ ഈ ഓങ്കാരം ഇങ്ങനെ പ്രകടിതമാവുമ്പോൾ, അപ്പൊ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ, പ്രപഞ്ചത്തിന്റെ പ്രകടിതമാവുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഒരു താല്പര്യാർത്ഥമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി വന്നത്. അതിന്റെ ഒരു താല്പര്യം. അതുപോലെ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ, അപ്പൊ നമ്മളിലുള്ള നമ്മുടെ ഈ ഗുണങ്ങളൊക്കെ പറയും, സത്വ രജോ തമോ ഗുണങ്ങൾ. അപ്പൊ നമ്മളിൽ താമസിക ഗുണങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, അപ്പൊ അത് ആദ്യം ഓങ്കാരം സ്വാധീനിക്കണം. അപ്പൊ നമ്മളെ ജീവകോശങ്ങളെ കുറച്ചും കൂടി ഉത്തേജിതമാക്കും. നമ്മൾ കുറച്ചും കൂടി രാജസികമായി മാറും. അങ്ങനെ ഈ രാജസികമായി മാറുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ബുദ്ധി പ്രയോഗിക്കപ്പെടാം. ബുദ്ധി അഹങ്കാരം നമ്മൾ കുറച്ചും കൂടി രാജസികമാവുമ്പോഴാണ്. ഞാൻ എന്റെ എന്ന് പറയണത് തന്നെ കുറച്ചും കൂടി രാജസികമാവണം. അപ്പൊ അതിൽ നിന്നും സത്വഗുണത്തിലേക്ക് മാറണം. ഇത് നിരന്തരം ചെയ്യുമ്പോൾ ആ സത്വഗുണം എന്ത് ചെയ്യുന്നു, നമ്മൾ ഉണ്ടാവുന്ന പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും നമ്മളെ ഈ അഹങ്കാരത്തിനെയും ബുദ്ധിയെയും കുറച്ചും കൂടി കൈകാര്യം ചെയ്യും. അവിടെ ഈ സ്വാതികൾ തന്നെയാണ് ചിത്തം ശുദ്ധീകരിക്കുന്നത്. ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് ഈ സത്വഗുണത്തിന്റെ താല്പര്യത്തോടു കൂടിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ പരിപൂർണമായി നമ്മൾ ഈ ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും താല്പര്യത്തിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങും, ശുദ്ധീകരിക്കാൻ തുടങ്ങും. നമ്മൾ നിരന്തരം ചൊല്ലിക്കഴിഞ്ഞു അത് ഈ മാനസികത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയും ഭക്തിയും ഒന്നായി തീരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പിന്നെ അവിടെ ഒരു വളരെ ക്ലാരിറ്റി വരും. പിന്നെ പ്രാണൻ സ്വാഭാവികമായിട്ടും അവിടെ അടങ്ങാൻ തുടങ്ങും. പ്രാണൻ അടങ്ങുമ്പോ സംഭവിക്കുന്നുണ്ട്, നമ്മളെ കർമ്മചലനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. പ്രാണൻ എന്തിലേക്കാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, കർമ്മം എന്തിലേക്കാണ് നമുക്ക് ആ പ്രാണൻ ഉണ്ടാകുമ്പോഴുള്ള കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം. അപ്പൊ ഈ കർമ്മങ്ങളെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഈ കർമ്മങ്ങളെ മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കർമ്മ സംസ്കാരത്തെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് കർമാസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കർമ്മഫലങ്ങളെ സൃഷ്ടിക്കൂല. കർമ്മങ്ങളെ സ്വരൂപിക്കുന്ന കർമ്മഫലങ്ങളെ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുന്നു എന്നുള്ള. അപ്പൊ നമുക്ക് ഇത് പുറപ്പെടുമ്പോൾ തന്നെ ഈ നമ്മളെ പ്രാണന്റെ താല്പര്യത്തെ ഇവിടെ നിലനിൽക്കുമ്പോൾ കർമ്മങ്ങൾ എങ്ങോട്ട് പോകുന്നു, അപ്പൊ നമ്മളെ മുൻകാല കർമ്മങ്ങൾ എന്തായിരുന്നു എന്നൊരു നമുക്ക് മനസ്സിലാവും. മുൻകാല കർമ്മങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാ കർമ്മങ്ങളെയും മനസ്സിലായിക്കൊണ്ട് അതിനൊക്കെ ദൂരീകരിക്കാനും അതിനൊക്കെ മുക്തമാക്കാനും അതിൽ നിന്നൊക്കെ സർവൈവൽ, അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ വാസനകളൊക്കെ ഹനിച്ചുകൊണ്ട് നമ്മൾ ആത്മ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു. ഇതിനെ പ്രധാന താല്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ ഇത് പറഞ്ഞത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. പക്ഷെ അത് നമ്മൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ നമ്മൾ ഈ ഓങ്കാരം എങ്ങനെ മാനസികത്തിൽ, എങ്ങനെ പ്രാണനെ അതിന്റെ ആത്മാവിന്റെ താല്പര്യവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതിന്റെ താല്പര്യം, അങ്ങനെ അത് വരും. കാരണം ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ പലതരം ജപങ്ങൾ എടുക്കാറുണ്ട്, നമ്മൾ ഭാവനയിൽ കൊണ്ടുവരാറുണ്ട്. ഇവിടെ പറയുന്നു നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിലുള്ള ബ്രഹ്മസ്വരൂപം അല്ലെങ്കിൽ ആത്മസ്വരൂപം ഭാവന കൊണ്ട് കാണുന്ന പോലെ ആയിരിക്കില്ല. ചിത്തകാരണ ഭാവന ഇരിക്കുന്ന കൃഷ്ണൻ, ശിവൻ, വിഷ്ണു, യേശു ക്രിസ്തു മുതലായവരെ നാം ഭാവന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മോഹനത്താൽ സാങ്കല്പികമായ രൂപങ്ങൾ സത്യമായി തോന്നും. എന്നാൽ അതല്ല ആത്മദർശനം കൊണ്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോ അത്തരത്തിലുള്ള താല്പര്യങ്ങളെക്കാൾ ഉപരി കുറച്ചും കൂടി നമ്മളെ എന്താ പറയാ, ആ ബോധത്തിന്റെ യഥാർത്ഥ അവസ്ഥ, യഥാർത്ഥ ചിത്തത്തിന്റെ ശുദ്ധീകരിച്ച അവസ്ഥയിലേക്ക്, ഒരു നിർമ്മനത്തിലേക്ക്, ഒരു നോ മൈൻഡിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ശൂന്യതാവസ്ഥ. ആ ശൂന്യതാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ താല്പര്യങ്ങൾ, ആത്മദർശനത്തിന്റെ താല്പര്യം മനസ്സിലാകും. ഭാവന തടസ്സ ലക്ഷണത്തെയും സ്വരൂപ ലക്ഷണത്തെയും ഒക്കെ സ്വീകരിക്കുന്നതുകൊണ്ട് വികലമായ ഭാവന ഒഴിഞ്ഞുപോയി സ്വരൂപ ബോധം ഉണ്ടാക്കി എന്ന് വരാം. അഭ്യാസ ശരീരത്തിനും സഹജമല്ലാത്ത സ്വത്താവധാരണത്തെ ജൈവോർജമാക്കി ജൈവോർജ പെരുമാറ്റ ചിട്ടയോടുകൂടി ബോധ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പരിശീലനമാണ്. അതുകൊണ്ട് പ്രണവത്തിന്റെയും ജപത്തിന്റെയും തപസ്സിന്റെയും സ്വാധ്യായത്തിന്റെയും ഭാവനയും അഭ്യാസത്തിന്റെയും പ്രയോജനം കൊണ്ടൊന്ന് പറഞ്ഞത്. അപ്പോ പൊതുവെ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ഈ ജപത്തിന്റെ താല്പര്യം എന്താന്ന് വെച്ചാല്, അത് പ്രധാനമായിട്ടും ഈ ജപം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശാസ്ത്രീയമായിരിക്കും, അതിന്റെ ശാസ്ത്രീയമായ താല്പര്യം എന്തായിരിക്കും, അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും, പിന്നെ അത് നമ്മളെ മോക്ഷാർത്ഥമാക്കി മാറ്റും, അതിന് മുക്തി നൽകാൻ കഴിയും. അതിന് എത്രമാത്രം ശാസ്ത്രീയത ഉണ്ട്, അത് എത്രമാത്രം മുക്തി നൽകാൻ പറ്റും, മോക്ഷാർത്ഥമാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അത് നമ്മളിലെ സ്വാധ്യായം, ശ്രവണ നിധിധ്യാസനമായി നമ്മൾ നിലനിൽക്കും. ആ തരത്തില് അതിന് മനസ്സിലാക്കണം. അപ്പോ ഇതൊരു